കൊച്ചി കളമശ്ശേരിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പെൺകുട്ടിയെ ആക്രമിച്ച് മൊബൈൽ ഫോണും സ്വർണവും കവർന്ന കേസിലെ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെന്ന വാർത്ത വരുന്നു. ആക്രമണത്തിനിരയായ കണ്ണൂർ സ്വദേശിനി ഗുരുതര പരിക്കുകളോട് ഇപ്പോൾ ചികിത്സയിലാണ്. കളമശ്ശേരി HMD ജംഗ്ഷന് സമീപം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. HMD ജംഗ്ഷനിൽ നിന്ന് ബിപിൻ സി വിജയൻ ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുന്നു. പറയൂ ബിപിൻ. SKN അക്ഷരാർത്ഥത്തിൽ കൊച്ചിയെ നടുക്കിയ സംഭവമാണ് ഇന്നലെ രാത്രി നടന്നത്. ഞാൻ ഈ നിൽക്കുന്നത് ഈ അക്രമം നടന്നിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതായത് ആ കാണുന്നതാണ് HMT ജംഗ്ഷൻ. അവിടെ നിന്നും ഈ സെന്റ് ജോസഫ് പള്ളിയുടെ ഭാഗത്തേക്ക് പോകുന്നതിനുള്ള എളുപ്പ വഴിയാണ്. അതായത് റെയിൽവേ പാളം ക്രോസ് ചെയ്ത് എളുപ്പത്തിൽ പോകാവുന്ന വഴിയാണ്. ഇവിടെയാണ് ഇന്നലെ രാത്രി 8:15 കൂടി ഒരു പെൺകുട്ടി അക്രമത്തിന് ഇരയായത്. ഈ ഒരു പ്രദേശത്ത് വെച്ച് അജ്ഞാതനായ ഒരാൾ പുറകിൽ നിന്ന് ഈ പെൺകുട്ടിയെ ചവിട്ടുകയായിരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് അവരുടെ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഈ പെൺകുട്ടി. കണ്ണൂർ സ്വദേശിനിയാണ്. ഈ സമയത്ത് ഈ ഭാഗത്ത് വെച്ച് ഇയാൾ പുറകിൽ നിന്ന് ചവിട്ടുകയും അങ്ങനെ വീണ ഉടൻ തന്നെ ഒരു തുണിയെടുത്ത് ഇവരുടെ തലയുടെ മുകളിലൂടെ ഇടുകയായിരുന്നു. അങ്ങനെ മുഖം മറച്ചതിന് ശേഷം ഇവരെ ആക്രമിച്ച് ഈ കാണുന്ന ഈ ഒരു തൂണിന്റെ ഭാഗത്ത് അവിടെ വെച്ച് കുട്ടിയുടെ തല അതിലേക്ക് ഇടിക്കുകയായിരുന്നു. അതിനുശേഷം സ്വർണ്ണമാലയും കമ്മലും കവർന്നു. കയ്യിലുണ്ടായിരുന്ന ഫോണും ഇയാൾ മോഷ്ടിച്ച് ഇവിടെ നിന്നും പോവുകയായിരുന്നു. ആ പെൺകുട്ടിക്ക് ആ സമയത്ത് ബോധം നഷ്ടപ്പെട്ടിരുന്നില്ല. ആ കുട്ടി നേരെ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയി. അവിടെ നാട്ടുകാരുണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 3 സ്റ്റിച്ചുണ്ട്. ഗുരുതര പരിക്കുകളോടെ തന്നെ ഇവിടുത്തെ ആശുപത്രിയിലാണ്. ജനപ്രതിനിധികളും ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ലഹരി മാഫിയ അടക്കം ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ വഴി നടക്കുന്ന ഒരു സ്ഥലമാണ്. കൊച്ചു കുട്ടികൾ വരെ വഴി നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഇവിടുത്തെ കൗൺസിലർ കൂടിയാണ്. എന്താ മാം ഇന്നലെ സംഭവിച്ചത്? ഇവിടെ ഇന്നലെ ആ കുട്ടി പാർട്ട് ടൈം ജോലി ചെയ്യുന്ന കുട്ടിയാണ്. അവിടെ ഒരു ഷോപ്പിൽ ആ കുട്ടി ഇന്നലെ ഒരു 8:15 കൂടി നമ്മുടെ ഈ വഴി, ഇത് റെയിൽവേയുടെ അണ്ടർ പാസേജ് ആണ്. ഇത് നമ്മുടെ പെട്ടെന്നൊരു ഷോർട്ട് കട്ടാണ് നമ്മുടെ വാർഡിലേക്ക് കയറാനായിട്ട്. ആ കുട്ടി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരാൾ അവിടെ എത്തിയപ്പോൾ ഒന്ന് ഫോളോ ചെയ്തു എന്ന് പറഞ്ഞു. ആരും എന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞു. ഒരു ഷർട്ട്, പാൻറ്, പിന്നെ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്, ഒരു ബാഗ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അയാളുടെ വേഷം. അത് മാത്രമേ കുട്ടി കണ്ടുള്ളൂ. ഇവിടെ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് ഫേസ് ഒന്നും കണ്ടില്ല. പെട്ടെന്ന് വന്നിട്ട് അയാൾ തലയിൽ കൂടെ ഒരു മുണ്ട് തലയിൽ കൂടി ഇട്ടിട്ട് അത് വലിച്ചിട്ട് അതിൻ്റെ പില്ലറിൽ വെച്ച് ഇടിച്ചു. എന്നിട്ട് അതിൻ്റെ സ്വർണത്തിൻ്റെ മാല, കമ്മൽ ഇതൊക്കെ ഊരിയെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിന് ആ കുഴിയിൽ പിന്നെ ഫോണാണ് ഉണ്ടായിരുന്നു, ഐഫോണായിരുന്നു. അത് കൊടുത്തില്ല. അതിനെ അതുകൊണ്ട് തന്നെ അതിനെ ഒരുപാട് ഉപദ്രവിച്ചു. കുറേ കല്ലൊക്കെ ഇട്ട് തലയിലിട്ട്, ഇവിടെയൊക്കെ മുറിവാണ്, ബാക്ക് സൈഡിലൊക്കെ തലയൊക്കെ ഇട്ട് അടിച്ചു. അവിടെ ഒരു കുഴിയിലിട്ട് അതിനെ ചവിട്ടി ഒരുപാട് ഉപദ്രവിച്ചിട്ടാണ് ആ ഫോൺ മേടിച്ചത്. എന്നിട്ട് കുട്ടീനെ ഇട്ടിട്ട് പുള്ളി ഓടിക്കളഞ്ഞു. ആ കുട്ടി എന്നിട്ട് പതുക്കെ നടന്ന് അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവിടെ വെച്ച് ആ കുട്ടി നിലവിളിച്ചു. അപ്പം തന്നെ ആ കുട്ടി വീണു അവിടെ തന്നെ റോട്ടിൽ. പിന്നെയാണ് അവർ ആ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിൽ നമ്മൾ സ്റ്റിച്ചൊക്കെ ഉണ്ട് തലയുടെ ബാക്കിൽ. പിന്നെ ഫേസിലൊക്കെ ചെറിയ പാടുകളുണ്ട്. ഈ കല്ല് വെച്ചൊക്കെ ഇടിച്ചതിന്റെ പാടുകളൊക്കെ ഉണ്ട് ഫേസിൽ. ജോലിക്കായിട്ട് കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുമായിരിക്കും. അതെ. ആ കുട്ടി ഇവിടെ പഠിക്കുന്ന കുട്ടിയാണ് കളമശ്ശേരിയിൽ. ആ കുട്ടി പാർട്ട് ടൈം ആയിട്ട് നമ്മുടെ അവിടെ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. ഈ ഒരു പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ? ഉണ്ട്. ഇതൊരു പേടിപ്പെടുത്ത കുട്ടികൾക്കൊക്കെ പേടി ഉണ്ടാകുന്ന ഒരു ഏരിയ. മറ്റു വെളിച്ചോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഒരു എളുപ്പവഴിയായിട്ട് ഇത് ഉപയോഗിക്കുവാണ്. ഷോർട്ട് ബൈ അത്ര തന്നെ, അതിൽ കൂടെ ഒന്നുമില്ല. ഇത് ഈ രാത്രി ഒരു 7 മണി കഴിഞ്ഞാൽ പിന്നെ ഇതിലേ പോകരുതെന്ന് ഞാൻ പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നേ ലഹരിയുടെ ഒക്കെ ഒരു പ്രശ്നമുണ്ടോ? അടുത്തുള്ളവർ ഇവിടെ ഉള്ളവർ പറയുന്നതൊക്കെ ഇവിടെ ലഹരി പരിപാടി ഉണ്ടെന്ന്. പോലുള്ള ആളുകളാണ് മുഴുവൻ ഇരിക്കുന്നത്. പിന്നെ അതുമല്ല, നമ്മുടെ വാർഡിൽ തന്നെ 2-3 പേർക്ക് ഇതേപോലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് മോഷണമാണ്, ഓടി വന്ന് പിടിച്ചു പറിക്കലും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ വളരെ മോശമായ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് രാത്രി സമയങ്ങളിൽ. അപ്പോൾ പോലീസിന്റെ ഒരു കർശന പരിശോധന ഈ മേഖലയിൽ വേണം എന്നുള്ളത് കൂടിയാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ കളമശ്ശേരി പോലീസിന്റെ കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. ആരാണ് ഈ പ്രതി എന്നതിനെ സംബന്ധിച്ച് പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.